45 വർഷത്തിന് ശേഷം ഒളിവിൽ കഴിഞ്ഞിരുന്ന കൊടും കുറ്റവാളി പിടിയിൽ. ബംഗ്ലാദേശ് മുൻ പ്രസിഡന്റ് സിയാവുർ റഹ്മാനെ വധിച്ച കേസിൽ 45 വർഷമായി ഒളിവിൽ കഴിഞ്ഞിരുന്ന മുൻ സൈനിക ഉദ്യോഗസ്ഥനായ മുസാഫിർ ഹുസൈൻ അറസ്റ്റിലായി എന്ന വാർത്തയാണ് പുറത്തുവന്നിരിക്കുന്നത്. ഇതോടുകൂടി തന്നെ ബംഗ്ലാദേശ് രാഷ്ട്രീയത്തിൽ വലിയ ഭൂചലനമാണ് ഉണ്ടായിരിക്കുന്നത്. നിലവിലെ പ്രധാനമന്ത്രി ടാരിഖ് റഹ്മാന്റെ പിതാവ് കൂടിയാണ് കൊല്ലപ്പെട്ട സിയാവുർ റഹ്മാൻ. ഇത്രയും വർഷത്തിനൊടുവിൽ തന്നെ മകന്റെ വരവോടുകൂടിയാണ് പിതാവിനെ കൊലപ്പെടുത്തിയവരുടെ ആ ഒരു വ്യക്തിയെ ഇപ്പോൾ കണ്ടെത്തിക്കൊണ്ട് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ശക്തമായ നടപടിയാണ് ഇതിന്മേൽ സ്വീകരിക്കുന്നത്. അതുമാത്രമല്ല, മുൻ ആർമി മേജറായ മുസാഫിർ ഹുസൈന് 77 വയസ്സാണിപ്പോൾ. മാത്രമല്ല, ധക്കയിലെ ബനാനി DOHS പ്രദേശത്ത് നിന്നാണ് ഇദ്ദേഹത്തിനെ പിടികൂടിയിരിക്കുന്നത്. ബുധനാഴ്ച, അതായത് കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടുകൂടി തന്നെ ധക്ക മെട്രോപൊളിറ്റൻ ഡിറ്റക്റ്റീവ് പോലീസാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. നിലവിലെ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ടാരിഖ് റഹ്മാന്റെ പിതാവാണ് കൊല്ലപ്പെട്ട സിയാവുർ റഹ്മാൻ. 6 മാസം മുൻപ് അധികാരമേറ്റ ടാരിഖ് റഹ്മാന്റെ നേതൃത്വത്തിലുള്ള BNP സർക്കാരിന് വലിയൊരു രാഷ്ട്രീയ വിജയമാണ് ഈ ഒരു അറസ്റ്റ് കണക്കുകൂട്ടുന്നത്. സിയാവുർ റഹ്മാനെ കൊലപ്പെടുത്തിയവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന സർക്കാരിന്റെ പ്രധാന പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് ഈ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. 1981 മെയ് 30-ന് പുലർച്ചെ ചിറ്റാഗോങ് സർക്യൂട്ട് ഹൗസിൽ വെച്ചായിരുന്നു ഒരു കൂട്ടം ഇടത്തരം സൈനിക ഉദ്യോഗസ്ഥർ നടത്തിയ അട്ടിമറി ശ്രമത്തിനിടയിൽ സിയാവുർ റഹ്മാൻ വെടിയേറ്റ് കൊല്ലപ്പെടുന്നത്. കേസ് രേഖകൾ പ്രകാരം തന്നെ പ്രസിഡന്റിന് നേരിട്ട് വെടിയുതിർത്ത പ്രധാനികളിൽ ഒരാളാണ് മേജർ മുസാഫിർ ഹുസൈൻ. കൊലപാതകത്തിന് തൊട്ടു പിന്നാലെ തന്നെ രാജ്യം വിട്ട ഇയാളാകട്ടെ ഇത്രയും കാലം ഒളിവിൽ കഴിഞ്ഞിരിക്കുകയായിരുന്നു. അറസ്റ്റിലായ മുസാഫിർ ഹുസൈനെ ആവശ്യമായ നിയമ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം കൂടുതൽ സൈനിക വിചാരണ നടപടികൾക്കായി തന്നെ ബംഗ്ലാദേശ് സൈന്യത്തിന് കൈമാറിയതായി തന്നെ ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചിരിക്കുകയാണ്. അതേസമയം വർഷങ്ങളായി തന്നെ ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതികളെ കണ്ടെത്തുന്നതിനായി തന്നെ സുരക്ഷാ ഏജൻസികൾ അന്വേഷണം ശക്തമാക്കിയിട്ടുണ്ട്. അറസ്റ്റിലായ മുസാഫിർ ഹുസൈനിൽ നിന്ന് കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുകയാണ് എന്നതാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത്. കൊലപാതക ഗൂഢാലോചനയിൽ പങ്കെടുത്ത മറ്റു വ്യക്തികളെക്കുറിച്ചും അട്ടിമറി നിയമത്തിന്റെ പശ്ചാത്തലത്തിനെക്കുറിച്ചും പുതിയ വിവരങ്ങൾ പുറത്തുവരുമെന്ന പ്രതീക്ഷയിലാണ് ബംഗ്ലാദേശ് സുരക്ഷാ ഏജൻസികൾ. 4 പതിറ്റാണ്ടിലേറെ തന്നെ പഴക്കമുള്ള ഈ കേസിലുണ്ടായ പുതിയ അറസ്റ്റ് ആകട്ടെ ബംഗ്ലാദേശിലെ രാഷ്ട്രീയ ചർച്ചകൾക്കും ചരിത്രപരമായ വിലയിരുത്തലുകൾക്കും വീണ്ടും ഇവിടെ ചൂടേറിയിരിക്കുകയാണ് എന്നതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.